വീട്ടിൽ രണ്ടാമത്തെ ഫാമിലി വന്നിരിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. അവിടെ ശ്രീധുവിന്റെ അമ്മയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നലെ തന്നെ അറിയായിരുന്നു അർജുന്റെ ശ്രീധുവിന്റെ ഫാമിലിയാണ് കയറിയിരിക്കുന്നതെന്ന്. രാവിലെ തന്നെ അർജുന്റെ അമ്മയും പെങ്ങളും വന്നിരുന്നു. ഇപ്പോൾ ഉച്ചയായ സമയത്ത് അവിടെ എത്തിയിരിക്കുന്നത് ശ്രീധുവിന്റെ അമ്മയാണ്. ശ്രീധുവിന്റെ അമ്മ വന്നിട്ട് സംസാരിക്കുന്നതിന് എല്ലാവർക്കും ഹഗ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അർജുന് ജസ്റ്റ് ഷെയ്ക്കൻഡ് കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോകുമായിരുന്നു. പിന്നെ ശ്രീധുവിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നതാണ് നമുക്ക് കേൾക്കുന്നത്. എന്തായാലും അർജുനുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് മമ്മിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മമ്മി അവിടെ സംസാരിക്കുന്നത്. നിനക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിടന്നുറങ്ങിക്കൂടെ എന്നാണ് ശ്രീധുവിന്റെ മമ്മി ചോദിക്കുന്നത്. എന്തിനാണ് ഇരുന്ന് സമയം കളയുന്നത്? രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാൻ സാധിക്കും, ഫ്രഷ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യകത എന്തിരിക്കുന്നു എന്നാണ് ശ്രീധുവിന്റെ മമ്മിയുടെ ചോദ്യം. പിന്നെ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്. ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യണം, ഒരുത്തിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ശ്രീധുവിന്റെ മമ്മി. പിന്നെ നിനക്ക് പാട്ടറിയാം, ഡാൻസ് അറിയാം, പക്ഷെ നീ അതൊന്നും ഇവിടെ പുറത്തെടുക്കുന്നില്ല. അതൊക്കെ നന്നായി പുറത്തെടുത്ത് ഇനിയെങ്കിലും അവിടെ കാണിക്കൂ, എന്നാലേ കാര്യമുള്ളൂ എന്ന് പറയുന്നുണ്ട് ശ്രീധുവിന്റെ മമ്മി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുവിനേക്കാളും അവിടെ ശ്രീധു വിജയിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് മമ്മിക്കാണെന്ന് തോന്നുന്നു. എങ്ങനെ ഗെയിം കളിക്കണം അല്ലെങ്കിൽ എങ്ങനെ അവിടെ നിൽക്കണം എന്നുള്ളത് ശ്രീധുവിന്റെ മമ്മി വന്നിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതുവരെ വന്നവരിൽ ആരും തന്നെ അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല, എങ്ങനെ നിൽക്കണം, എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതൊന്നും. പക്ഷെ ശ്രീധുവിന്റെ മമ്മി ഭയങ്കര ആംബിഷ്യസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീധു എങ്ങനെയെങ്കിലും ഇത് വിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം ശ്രീധുവിനേക്കാൾ കൂടുതലുള്ളത് മമ്മിക്കാണെന്നാണ് തോന്നുന്നത്. മമ്മി അതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ആ ലൈവ് കാണുമ്പോൾ. ഇവരെ മമ്മിയും മോളും കൂടി സംസാരിക്കുന്ന ആ ഒരു കാര്യം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്തായാലും അർജുനുമായിട്ടുള്ള ആ ഒരു കോംബോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മമ്മിയുടെ ആ സംസാരത്തിൽ നിന്നും രീതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ അർജുന്റെ ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു, അർജുന്റെ ബർത്ത്ഡേക്ക് വന്ന ഫോട്ടോ. അത് എല്ലാവരും എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അർജുന്റെ ഫാമിലിയൊക്കെ വന്ന സമയത്ത് അർജുൻ അത് എടുത്തുകൊണ്ട് വന്നതാണ്. ജിൻഡയൊക്കെ ഇരുന്ന് നോക്കിയിട്ട് അതവിടെ ആ താമരേരെ ഇതിൽ ഇരിപ്പുണ്ടായിരുന്നു പവർ റൂമിന്റെ ഉള്ളിൽ. അത് കണ്ട വഴിക്ക് ഇതാരുടെ എന്ന് ചോദിച്ചുകൊണ്ട് മമ്മി അതെടുത്ത് നോക്കിയിട്ട് എന്നിട്ട് അങ്ങോട്ട് ഒറ്റ നീക്കി വെക്കലാണ്, അത് അർജുന്റെ ആണെന്ന് പറഞ്ഞ വഴിക്ക്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഫോട്ടോ നോക്ക പോലും ഒരു നോട്ടം പോലും അവളെ മമ്മി ചെയ്തില്ല, ശ്രീധുവിന്റെ മമ്മി. അത് അങ്ങനെ തന്നെ നീക്കി മാറ്റി വെക്കുന്ന ഒരു മമ്മീനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഒരുപാട് പേര് ശ്രീധു കോംബോ, ശ്രീജുൻ കോംബോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, ശ്രീജു അർജുൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ശ്രീധുവിന്റെ മമ്മിക്ക് അവരുടെ ആ കോംബോ പോയിട്ട് അർജുന്റെ അടുത്ത് പോലും ഒരൊട്ടും താല്പര്യമില്ല എന്ന്, അത് സംസാരിക്കുന്നത് പോലും അർജുന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് അവിടെ ശ്രീധുവിന്റെ മമ്മി പെരുമാറുന്നത്. അത് നമുക്ക് കാണുന്ന സമയത്ത് അങ്ങനെ തന്നെയാണത് ഫീൽ ചെയ്യുന്നത്.